ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ചരിത്രപരമായ ആമുഖം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ദൈവിക നിയമങ്ങളെക്കുറിച്ചുള്ള വലിയൊരു സെഷനിലേക്കാണ് നമ്മൾ പോവുക. അത് മറ്റൊന്നുമല്ല, 4-ാം അധ്യായം 44 മുതൽ 28-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗമാണ് ഇനി നമ്മളുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കുക. ഇവിടെ എല്ലാം കാണുന്നത് ഇസ്രായേലിൻ്റെ ദൈവിക നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിയമാവർത്തന പുസ്തകം മോശയുടെ പ്രഭാഷണമായതിനാൽ മോശ ഇസ്രായേൽ ജനങ്ങൾക്കായി ദൈവിക നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം. ആദ്യം ചരിത്രം പറഞ്ഞതിന് ശേഷം ആ ചരിത്രത്തിൽ നിന്ന് ദൈവിക നിയമങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ അധ്യായങ്ങളിലെ ആരംഭത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് 3 വാക്കുകളാണ്. ദൈവിക നിയമങ്ങളെക്കുറിച്ചുള്ള 3 വാക്കുകൾ: മെത്സവ, അതുപോലെ തന്നെ ഹുക്കീം, മിഷ്പത്തീം. മെത്സവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്മെൻറ്റ്, ഹുക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട്സ്, മിഷ്പത്തീം എന്ന് പറഞ്ഞാൽ ഓർഡിനൻസസ്. ഈ 3 വാക്കുകളാണ് നിയമസംഹിതയുടെ ഒരു കാമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 4-ാം അധ്യായം 44-ാമത്തെ തിരുവചനം തന്നെ ഹെബ്രായ ഭാഷയിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വെത്സോത്ത് ഹത്തൊറ അഷേർ സാം മൊഷെ ലിഫനെ ബെനെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ വിച്ച് മോസസ് പുട്ട് ബിഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. മോശ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നൽകിയ ഇൻസ്ട്രക്ഷൻസാണ് ഇവയെല്ലാം. ഇതാണ് തൊറ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ ഇൻസ്ട്രക്ഷൻ എന്നത് മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻസാണ് മെത്സവ, ഹുക്കീം, മിഷ്പത്തീം, അല്ലെങ്കിൽ കമാൻഡ്മെൻറ്റ്സ്, ഓർഡിനൻസ്, സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഓർഡിനൻസസ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ടും മോശ ഒരു പുതിയ നിയമസംഹിതയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ നിയമസംഹിതകളെ ടെസ്റ്റിമണി എന്നാണ് വിശേഷിപ്പിക്കുക. അതാണ് തുടർന്ന് വരുന്ന വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലെ ഹ അദോത്ത് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ടെസ്റ്റിമണീസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു എന്താണ് ടെസ്റ്റിമണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന് പറയുന്നത്, സാക്ഷി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഷമാ ഇസ്രായേൽ അദോണായി എലോഹേനു അദോണായി യഹാദ്, അല്ലെങ്കിൽ ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് ഇസ്രായേലിൻ്റെ മതജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റിമണി അല്ലെങ്കിൽ സാക്ഷ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ആ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ തിരുവചന ഭാഗങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് 4-ാം അധ്യായം 44 മുതൽ 28-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനം വരെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴാണ് ഈ നിയമങ്ങൾ മോശ കൊടുത്തത് എന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പും കൂടി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ജോർദാൻ്റെ മറുകരെ ബെത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമേ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലും ഈ ദൈവിക കൽപ്പനകളെ മോശ എവിടെ വച്ചാണ് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടിരുന്നു. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നതിലൂടെ പുതിയൊരു നിയമസംഹിതയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ ഹൊറേബിലെ ഉടമ്പടിയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് ഹൊറേബിലെ ഉടമ്പടി? മോശ ഇസ്രായേൽക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇസ്രായേലെ കേട്ടാലും.
വളരെ മനോഹരമായ ഒരു വാക്കാണ് ഷമാ ഇസ്രായേൽ. അത് പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, മറിച്ച് ഒരു ഇമ്പറേറ്റീവ് സെൻസ്, അതായത് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി നിയമാവർത്തന പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷമാ ഇസ്രായേൽ. ഇത് കേൾക്കുന്ന മാത്രയിൽ ക്ഷമാ പ്രയർ നടത്തുന്ന ഒരു വ്യക്തി അവൻ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഷമാ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവിക നിയമങ്ങളെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവിക നിയമങ്ങളോടുള്ള വിശ്വസ്തതയിലേക്ക് വളരാനുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നു. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ കാണുമ്പോൾ ഈ വചനഭാഗമാണ് കടന്നു വരിക. ക്ഷമ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആരംഭിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ നിയമങ്ങളെക്കുറിച്ചുള്ള അനുസരണമാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഹൊറേബിൽ വെച്ച് നമ്മോട് ഒരു ഉടമ്പടി ചെയ്തു. ഇനി വരാൻ പോകുന്നത് ഹൊറേബിൽ വെച്ച് കർത്താവ് ഉടമ്പടി ചെയ്ത ആ ഉടമ്പടിയുടെ മറ്റൊരു രൂപമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള സൂചന നമ്മൾ കാണുകയാണ്. എന്നിട്ട് അവിടെ ചെയ്തതെന്താണ്? ആ ഉടമ്പടി നമ്മോടാണ്, പിതാക്കന്മാരോടല്ല. അവിടുന്ന് നമ്മോടാണ് ഉടമ്പടി ചെയ്തത്. ഇന്നിവിടെ ജീവനോടെ ഇരിക്കുന്ന നമ്മോട് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് അഭിമുഖമായി സംസാരിച്ചു. ഞാനിപ്പോൾ കർത്താവിൻ്റെയും ജനത്തിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. ഇതൊക്കെ പറയുന്നതിലൂടെ മോശ സ്വീകരിച്ച ഈ ഉടമ്പടിയുടെ അനുഭവത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുക. കാരണം ഹൊറേബിൽ വെച്ച് ദൈവമായ കർത്താവ് മോശയ്ക്ക് കൊടുത്ത ഈ നിയമങ്ങളെ അദ്ദേഹം സ്വീകരിച്ചു, ഒപ്പം തന്നെ ജനവും സ്വീകരിച്ചു. എന്നാൽ അവരുടെ വഴിയിൽ ഈ നിയമങ്ങൾക്ക് വിധേയമല്ലാതെ ജീവിച്ചു. അതിനാൽ ഇനി വരാൻ പോകുന്ന ദേശത്ത് ഇസ്രായേൽ അധിവസിക്കുമ്പോൾ അവർ ചെയ്യേണ്ട നിയമങ്ങളും ചട്ടങ്ങളെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ 10 പ്രമാണങ്ങൾ അല്ലെങ്കിൽ 10 വാക്കുകളെക്കുറിച്ചുള്ള ഒരു ഭാഗം നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുക. പ്രത്യേകിച്ച് 6-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗമാണ് 10 പ്രമാണങ്ങളെ കുറിച്ചുള്ള വചനഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് തുടങ്ങുന്നത്. അനോഹി അദോണായ് എലോഹേഹ അഷഹൊസീത്തഹ മേറത്സ് മിസ്രൈം എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതായത് ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രനാക്കിയ ദൈവം. അതിനാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് അസന്നിഗ്ധമായി ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കണ്ട അതേ നിയമസംഹിതകൾ തന്നെയാണ്. എന്നാൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൂടുതലും പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അനുസരിക്കേണ്ട നിയമങ്ങളാണ്. എന്തിനാണ് ഈ 10 പ്രമാണങ്ങൾ അല്ലെങ്കിൽ 10 കൽപ്പനകൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിൻ്റെ മുഴുവൻ്റെയും പ്രമാണങ്ങളുടെ സാരസംഗ്രഹമാണ് ഈ 10 പ്രമാണങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ നിയമസംഹിതകളിലും ഈ 10 പ്രമാണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കവനൻ്റ് കോഡ് എന്ന് പറയുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 20 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ആരംഭത്തിൽ തന്നെ ഈ നിയമം കൊടുത്തിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഹോളിനെസ് കോഡ്, വിശുദ്ധിയുടെ ഉടമ്പടിയുടെ ആ ഭാഗത്ത് 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ നൽകിയിട്ടുണ്ട്. മൂന്നാമതായി നിയമാവർത്തന ഗ്രന്ഥത്തിലെ നിയമാവർത്തന ഉടമ്പടിയിലെ ഈ പ്രമാണങ്ങൾ ആദ്യം തന്നെ നൽകിക്കൊണ്ട് ഈ പ്രമാണങ്ങളുടെ സവിശേഷത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് ഒരു ഭാഗമാണ് സാബത്തിനെ കുറിച്ചുള്ള ഭാഗം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും സാബത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. 6 ദിവസം കർത്താവ് ജോലി ചെയ്തു, എന്നാൽ 7-ാം ദിവസം ഒരു സാബത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 12-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക.
6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കണം. എന്താണ് നിയമാവർത്തന പുസ്തകക്കാരൻ്റെ സാബത്ത് ദിനത്തിൻ്റെ പ്രത്യേകത? അത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈജിപ്തിലെ ദൈവമായ കർത്താവ് നിന്നെ വിമോചിപ്പിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് സാബത്ത്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ സാബത്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് കർത്താവ് 6 ദിവസം ജോലി ചെയ്തു, സൃഷ്ടികർമ്മം 6 ദിവസം കൊണ്ട് നടത്തി, 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു. അതിന് കർത്താവിൻ്റെ വിശ്രമത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് സാബത്ത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് പ്രകടമായ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിയമാവർത്തന പുസ്തകക്കാരൻ പുറപ്പാടിൻ്റെ അനുഭവത്തെ സാബത്തിൻ്റെ അനുഭവമായിട്ട് മാറ്റുകയാണ്. ആ സാബത്ത് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശ്രമത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ സാബത്താണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവമായ കർത്താവ് വിശ്രമിച്ചു, 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് സൃഷ്ടിയായ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ക്രിയേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളെയും കൊണ്ടുവന്ന് ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ അനുഭവമാണ് സാബത്ത് എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സാബത്തിൻ്റെ അനുഭവമാണ് നിയമാവർത്തന പുസ്തകം നമുക്ക് നൽകുക. ഇതിലൂടെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സാബത്ത് അനുഷ്ഠിക്കണം. അത് കർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഈജിപ്തിൽ നിന്ന് ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ അടയാളമാണ് എന്ന് ഇസ്രായേൽ ജനത്തോട് മുൻപേ തന്നെ പറയുകയാണ്. എന്നാൽ ഈ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് പ്രവേശിച്ച നാൾ മുതൽ, പ്രത്യേകിച്ച് ജോഷുവയുടെ കാലഘട്ടത്തിന് ശേഷം, ഇവർ അന്യദേവന്മാരെ ആരാധിക്കുകയും അതുപോലെ തന്നെ മറ്റു ദേവന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്തതിനാൽ സാബത്ത് അശുദ്ധമാക്കി ആചരിച്ചു. അതിനാൽ തന്നെ 70 സാബത്ത് വർഷങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചന പുസ്തകം 24-ഉം 25-ഉം അധ്യായങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം 70 വർഷം ബാബിലോൺ അടിമത്തത്തിൽ അകപ്പെട്ടുപോയി. അതുകൊണ്ടാണ് അതിൻ്റെ റിപ്പറേഷനായിട്ടാണ് 70 വർഷത്തിൻ്റെ സാബത്ത് അശുദ്ധമായി വാഗ്ദാന ദേശത്ത് ആചരിച്ചതിനാൽ 70 വർഷത്തെ നീണ്ട യാതന ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകണമെന്ന് ജെറമ്യാ കൽപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. അടുത്തു കഴിഞ്ഞ് നമ്മൾ കാണുന്ന മനോഹരമായ ഒരു ഭാഗമാണ് 22 മുതലുള്ള വചനഭാഗങ്ങൾ. മറ്റുള്ള എല്ലാ നിയമങ്ങളും പുറപ്പാട് നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം പോലെയാണ് മനസ്സിലാക്കേണ്ടത്. നീ ദീർഘകാലം ഭൂമിയിൽ ജീവിക്കാൻ നീ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ബഹുമാനിക്കണമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിപ്രകാരമാണ് നിയമാവർത്തന പുസ്തകത്തിൽ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. അതായത് വാഗ്ദാന ദേശത്ത് നിൻ്റെ വാസത്തിന് ദൈവമായ കർത്താവ് നിന്നെ യോഗ്യനാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നതിനേക്കുള്ള സൂചന തന്നെയാണ്. ഇനി അടുത്ത് വരുന്നത് മോശയുടെ നിയമത്തെക്കുറിച്ചും ഒക്കെയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും 22 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് മോശ ഒരു മീഡിയേറ്ററാണ്. ദൈവിക നിയമങ്ങളുടെ ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. വീണ്ടും പറയുകയാണ്, മോശയ്ക്ക് ഈ നിയമങ്ങൾ കിട്ടിയിരിക്കുന്നത് ഒരു അഗ്നിയുടെ മധ്യത്തിൽ നിന്നാണ്. അവിടെ ധൂപപടലമുണ്ട്, മേഘമുണ്ട്, എല്ലാമുണ്ട്. അതുപോലെ തന്നെ ഈ അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് നൽകിയ നിയമങ്ങളെ 2 കൽപ്പലകളിൽ അദ്ദേഹം പ്രധാനമായിട്ടും രേഖപ്പെടുത്തി എന്ന് പറയുകയാണ് ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ 10 പ്രമാണങ്ങളുടെ ഒരു കൺക്ലൂഷനായിട്ട് നമ്മളിവിടെ കാണുന്നത്. കാരണം 10 പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ 10 പ്രമാണങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ നിയമങ്ങളുടെ ഒരു ആകത്തുകയാണെങ്കിൽ അതിൻ്റെ മുഴുവനും അവതരിപ്പിച്ചതിന് ശേഷം ആരാണ് ഈ നിയമങ്ങൾ നൽകിയെന്നും
എങ്ങനെയാണ് ഈ നിയമങ്ങൾ മോശ വഴിയായി ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയെന്നും ഈ നിയമങ്ങളെ 2 ടാബ്ലറ്റുകളിൽ 2 കല്ലുകളിൽ അദ്ദേഹം എഴുതി ചേർത്തെന്നുമൊക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ 10 കൽപ്പനകളുടെ കൺക്ലൂഷൻ ഇവിടെ നടത്തുകയാണ്. ഇനി നമ്മൾ കാണുന്നത് 33 വരെയുള്ള വാക്യങ്ങളിലാണ്. പ്രധാനമായിട്ടും പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനത്തോട് കൂടാരങ്ങളിൽ മടങ്ങിപ്പോകാൻ അവരോട് പറയുക, നീ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ അവകാശമായി ചെല്ലുന്ന ദേശത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കുന്ന എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മോശയാണ് ഈ നിയമങ്ങളുടെ അതോറിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും പറയുന്നതാണ്, ഈ നിയമങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട കടമയാണ്. ഈ നിയമങ്ങളുടെ പാലനം വഴിയായി ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശത്തേക്കുള്ള അവൻ്റെ പ്രവേശനമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് 5-ാമത്തെ അധ്യായത്തിൻ്റെ ഘടന നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഭാഗത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പ്രധാനമായിട്ടും മോശ ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനകൾ, പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം എന്ന് പറയുന്നത് ഹൊറേബിലെ ഉടമ്പടിയുടെ മറ്റൊരു പതിപ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് മോശ ഇസ്രായേൽക്കാരോട് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിയമസംഹിതകളുടെ ഒരു തുടക്കം അല്ലെങ്കിൽ ആമുഖം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. 6-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് വീണ്ടും ഈ നിയമങ്ങളെ എടുത്ത് കാണിക്കുകയാണ്. ദിസ് ഈസ് ദ കമാൻഡ്മെൻറ്റ് ആൻഡ് statutes and ordinances, esot hamitzvah hahukim hamishpatim അക്ഷയ സിവ്വ അദോനായ് എലോഹെഹേം. എന്താണ് ഇതെല്ലാം? ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളുമാണ്. ഇത് പാലിക്കുന്നതിലൂടെ ദൈവമായ കർത്താവിൻ്റെ ഒരു ജനതയായിട്ട് രൂപാന്തരപ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ നൽകുന്ന ദൈവമായ കർത്താവ് ചട്ടം പ്രമാണം അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നത്. വീണ്ടും ഒരു പുതിയ നിയമത്തിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് മോശ ഇസ്രായേൽ ജനതയോട് പറയുന്നത്. ആ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്താണ് എന്ന് കൃത്യമായി 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ വചനഭാഗം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷമാ ഇസ്രായേൽ അദോനായ് എലോഹേനു അദോനായ് യഹാദ്. ഇസ്രായേലെ കേട്ടാലും എൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. ഏക കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇത് നിൻ്റെ നെറ്റിയിൽ പട്ടമായിട്ടണിയണം. നീ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമൊക്കെ ഇതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കണം. നിൻ്റെ വാതിലിൻ്റെ കട്ടിളപ്പടിയിന്മേലും വാതിൽപ്പടിയിന്മേലും ഇത് എഴുതി വയ്ക്കണം. നിൻ്റെ കയ്യിൽ അത് ഒരു അടയാളമായിട്ട് രേഖപ്പെടുത്തണം. ഇസ്രായേലിൻ്റെ മതജീവിതത്തിൽ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇന്നും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ദൈവിക നിയമങ്ങളെ നെറ്റിത്തടത്തിൽ അണിയുന്നു, ദൈവിക നിയമങ്ങളെ കയ്യിൽ അണിയുന്നു, ദൈവിക നിയമങ്ങൾ കട്ടിളപ്പടിയിന്മേൽ വയ്ക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ധ്യാനിക്കുന്നു, ദൈവിക നിയമങ്ങളുടെ ധ്യാനം. ഇത് ഒരു സ്നേഹത്തിൻ്റെ അനുഭവമാണ്. എന്തിനാണ് ഈ ദൈവിക നിയമങ്ങളെ പാലിക്കേണ്ടത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പ്രൊക്ലെയിം ചെയ്യേണ്ടതാണ്, അതായത് ഇത് പ്രഘോഷിക്കേണ്ടതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെ ഇത് പ്രഘോഷിക്കപ്പെടേണ്ട നിയമമാണ്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട നിയമങ്ങളാണ്. ഇതാണ് ഈ നിയമസംഹിതകളുടെ വലിയ മനോഹരമായ പ്രത്യേകത എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഷമാ ഇസ്രായേൽ എന്ന് തുടങ്ങുന്ന ആ വചനഭാഗത്തിൻ്റെ അർത്ഥതലങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇതൊരു വിറ്റ്നസ്സാണ്, അല്ലെങ്കിൽ സാക്ഷ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഇതിൻ്റെ ഈ ആദ്യ ഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ട ഇത്രയും ഭാഗങ്ങൾ, പ്രത്യേകിച്ച് 4-ാം അധ്യായം
44 മുതൽ 6 അധ്യായം 9 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതായിരുന്നു. ഒന്നാമതായി, മോശ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി നിയമങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. നിയമങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 തരത്തിലുള്ള നിയമങ്ങളുണ്ട്. അത് കമാൻഡ്മെൻറ്റ്, ഓർഡിനൻസസ്, സ്റ്റാറ്റ്യൂട്ട്സ്. ഇവയെല്ലാം പാലിക്കുന്നത് വഴിയായി ഒരുവൻ വാഗ്ദാന ദേശത്തിന് അർഹനാക്കി തീർക്കുന്നു. അതുപോലെ തന്നെ 10 കൽപ്പനകളെ അല്ലെങ്കിൽ 10 പ്രമാണങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഈ ഓർമ്മപ്പെടുത്തൽ കടന്നു വരികയാണ്. ഹൊറേബിൽ വെച്ച് ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകിയ നിയമങ്ങളുടെ മറ്റൊരു രൂപമാണ് ഈ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ദൈവിക നിയമങ്ങളുടെ അനുഭവം. ആ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഓരോ വ്യക്തിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടത്. ഷമാ ഇസ്രായേൽ, അദോനായി എലോഹേനു, അദോനായി എഹാദ്. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹുക്മ, ജീവൻ നൽകും വചനം. ഹുക്മ, ഹുക്മ, ജ്ഞാനം നൽകും വചനം.